ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സഹകാരി പി എസ് സിയുടെ മറ്റൊരു ജിയോഗ്രഫി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, എന്നാൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പി എസ് സി പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദ്യങ്ങൾ കണ്ടുവരുന്നൊരു ടോപ്പിക്ക് കൂടിയാണ് മേഘങ്ങൾ അഥവാ ക്ലൗഡ്സ്. അപ്പം മേഘങ്ങളെ പറ്റിയിട്ടുള്ളൊരു ചെറിയ വിശദീകരണം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും കണ്ട് വളരെയധികം സുപരിചിതമായിട്ടുള്ളവയാണ് മേഘങ്ങൾ. അതുതന്നെ നമ്മൾ പലതരത്തിൽ കണ്ടിട്ടുമുണ്ട്, ശരിയല്ലേ? അന്തരീക്ഷത്തിൽ ഒരു നിശ്ചിത ഉയരത്തിന് മുകളിൽ നമ്മൾ പോലും നമുക്കെത്തിപ്പെടാൻ സാധിക്കാത്ത ഉയരങ്ങളിൽ കാണുന്ന ഈ മേഘങ്ങളെ എത്തിപ്പിടിക്കുന്നതിനും ആ മേഘങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതിനെ പറ്റിയിട്ടുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും. പല കുന്നിൻ മുകളിലേക്ക് ട്രക്കിംഗ് ഒക്കെ ചെയ്ത് എത്തിച്ചേരുന്ന ആൾക്കാർ ഈ മേഘങ്ങളുടെ മുകളിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ മേഘങ്ങളുടെ അടുത്തുകൂടി സഞ്ചരിച്ച് പോകുന്ന സമയത്ത് വളരെയധികം സന്തോഷവാന്മാരും സന്തോഷവതികളും ആകുന്നതും നമ്മൾ കാണാറുള്ളതാണ്. അപ്പോൾ അത്രയും കൂടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മേഘങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഈ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു? അന്തരീക്ഷത്തിൽ കാണുന്ന ജലബാഷ്പത്തെയോ അല്ലെങ്കിൽ ഹിമബാഷ്പമോ ഒക്കെ തന്നെ ഒരു നിശ്ചിത ഉയരത്തിന് ശേഷമാണ് തണുത്തുറഞ്ഞ് കാണാനായിട്ട് നമുക്ക് സാധിക്കുക. കാരണം നമ്മൾ അന്തരീക്ഷം എന്ന് പറയുന്നൊരു ടോപ്പിക്കിനകത്തുനിന്ന് നമ്മൾ പഠിക്കുന്ന ഒരു വസ്തുതയുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തിൽ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന ഒരു അന്തരീക്ഷപാളി, ഭൂമിയുടെ ഉപരിതലത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അന്തരീക്ഷപാളിയാണ് ട്രോപ്പോസ്ഫിയർ. ആ ട്രോപ്പോസ്ഫിയർ എന്ന അന്തരീക്ഷപാളിയിൽ ഒരു ടെമ്പറേച്ചറിൻ്റെ ഒരു വിതരണം എങ്ങനെയാണെന്ന് വെച്ചാൽ, താപനിലയുടെ ഒരു വിതരണം എങ്ങനെയാണെന്ന് വെച്ചാൽ, താഴെ തട്ടിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച്, ഉയരങ്ങളിലേക്ക് പോകുന്നതിനനുസരിച്ച് താപനില കുറഞ്ഞു വരുന്ന ഒരു കണ്ടീഷനാണ് നമുക്ക് ട്രോപ്പോസ്ഫിയറിൽ ജനറലി കാണപ്പെടുക. അപ്പോൾ പ്രധാനപ്പെട്ട ഈ അന്തരീക്ഷ പ്രതിഭാസങ്ങളും കാലാവസ്ഥാ പ്രതിഭാസങ്ങളും ഒക്കെയും അരങ്ങേറുന്നത് ഇതേ ട്രോപ്പോസ്ഫിയറിൽ തന്നെയാണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിന് കാരണക്കാരിൽ ഒരാൾ ഈ പറയുന്ന മേഘങ്ങൾ കൂടിയാണ്. അപ്പോൾ മേഘങ്ങളും നമ്മൾ പറയുന്ന പോലെ ഭൂമിയിൽ ചൂട്, സൂര്യപ്രകാശം കൊണ്ട് ചൂടുണ്ടായി, ഈ ചൂട് ഭൂമിയിലുള്ള അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള നീരുറവകളെ പലതിനെയും ഇവോപ്പറേഷന്, ബാഷ്പീകരണത്തിന് വിധേയമാക്കി അവിടെ നിന്ന് ജലബാഷ്പം മുകളിലേക്ക് ഉയർന്നു പോകും. ആ സമയത്ത് അതിന് ടെമ്പറേച്ചർ കൂടുതലാണ്, ഡെൻസിറ്റി കുറവാണ്, അതുകൊണ്ട് ഉയർന്ന് മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അന്തരീക്ഷത്തിൽ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് താപനില കുറയുന്ന സാഹചര്യം വരും. ഈ ജലബാഷ്പത്തിൻ്റെയും കണ്ടീഷൻ റിമെയിൻസ് ദ സെയിം. അതുപോലെ തന്നെ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് താപനിലയിൽ കുറവ് സംഭവിക്കും, അത് ഘനീഭവിക്കും, അത് കണ്ടൻസ് ചെയ്യും, അത് മഴയായി മാറും. അപ്പോൾ ആ കണ്ടൻസ് ചെയ്ത് മഴയായി മാറുന്നതിന് തൊട്ട് മുൻപുള്ള കണ്ടീഷനാണ് ഈ മേഘങ്ങളായിട്ടൊക്കെ നമ്മൾ കാണുന്നത്. അതും പല സാഹചര്യത്തിൽ നമ്മൾ പല മേഘങ്ങളാണ്, മഴമേഘങ്ങളല്ല എല്ലാം, അല്ലേ? നമ്മൾ കാണുന്ന എല്ലാ മേഘങ്ങളും മഴ പെയ്യ്ക്കുന്ന മേഘങ്ങളൊന്നുമല്ല. അതിൽ ചില കാറ്റഗറിയിൽ പെടുന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു കാറ്റഗറിയിൽ പെടുന്ന മേഘമാണ് മഴ പെയ്യിക്കുന്നത്. എന്നാൽ മഴ പെയ്യിക്കാതെയും ഈ ജലബാഷ്പം അന്തരീക്ഷത്തിലെ ഉപരിഘട്ടങ്ങളിൽ തണുത്തുറഞ്ഞ് കാണപ്പെടുന്ന കണ്ടീഷനെ നമ്മൾ മേഘങ്ങളെന്ന് തന്നെ വിളിക്കും. അവൻ മഴയാകാം, ആകാതെയും ഇരിക്കുന്ന കണ്ടീഷനുണ്ട്. അപ്പോൾ ആ മേഘങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഏതൊക്കെ ടൈപ്പിൽ മേഘങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് കേട്ടോ. ഇത്ര ടൈപ്സിലുള്ള പ്രധാനപ്പെട്ട ഒരു 3-4 ടൈപ്പിലുള്ള മേഘങ്ങളെ നമ്മളൊന്ന് നോക്കി മനസ്സിലാക്കി പോവുകയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ്. അപ്പോൾ എന്താ മേഘങ്ങൾ എന്നുള്ളതൊന്ന് വായിക്കാം. അന്തരീക്ഷത്തിൽ ഉയർന്ന തലങ്ങളിൽ ജലബാഷ്പം ഘനീഭവിച്ച് രൂപം കൊള്ളുന്ന നേർത്ത ജലകണികകളുടെയോ ഹിമകണികകളുടെയോ സമൂഹമാണ് മേഘങ്ങൾ. വ്യക്തമാണല്ലോ, ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കണ്ടീഷൻ, അല്ലേ? അന്തരീക്ഷത്തിലെ ഉയർന്ന തലങ്ങളിൽ, ഉയരങ്ങളിലാണ്. ഒരിക്കലും എന്തുകൊണ്ട് അന്തരീക്ഷത്തിൻ്റെ കീഴ്ഘട്ടങ്ങളിൽ ഇവ ഫോം ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, കീഴ്ഘട്ടങ്ങളിൽ താപനില കൂടുതലാണ്. ഒരിക്കലും ആ താപനില കൂടി നിൽക്കുന്ന ഇടങ്ങളിൽ കണ്ടൻസേഷൻ ഉള്ളൊരു പ്രോബബിലിറ്റി നമുക്ക് പറയാൻ സാധിക്കില്ല. അതിന് മുകളിലേക്ക് പോയി നാച്ചുറലി അത് ടെമ്പറേച്ചർ ലൂസ് ചെയ്ത് തണുക്കുന്ന സാഹചര്യത്തിലേക്ക് പോകണം. അതിന് ഉപരിഘട്ടമാണ് പറ്റിയത്. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയുന്നത്. രൂപീകരണ പ്രക്രിയയിലും ഉയരങ്ങളിലും വ്യത്യാസമുള്ളതിനാൽ തന്നെ മേഘങ്ങൾ വിവിധ ആകൃതികളിൽ കാണപ്പെടുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, നമ്മളെപ്പോഴും ഒരു മേഘത്തെ കാണുന്നതല്ല സൂചിപ്പിക്കുക, പല തരത്തിലുള്ള മേഘങ്ങളെ കാണാറുണ്ട്. ആ പല തരത്തിലുള്ള മേഘങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മേഘങ്ങളെ കാണുന്ന ഉയരം വ്യത്യസ്തമായിരിക്കും. ഓരോ തരത്തിലുള്ള മേഘങ്ങൾ പല ഉയരങ്ങളിൽ കാണുന്നുണ്ടാവും. ആകൃതി, ഷേപ്പിന് വ്യത്യാസമുണ്ടാവും. നിറം, കളറിൽ പോലും വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ചില മേഘങ്ങളെ കാർമേഘങ്ങൾ എന്ന് പറയാറുണ്ട്, മഴ പെയ്യിക്കുന്ന മേഘങ്ങളെ. കാർമേഘം, നമ്മൾ കാർവർണ്ണൻ എന്ന് പറയുന്നതല്ലേ, കറുത്ത മെയ്യോടുകൂടിയ, കറുത്ത മേനി അഴകുള്ളവനെയാണ് കാർവർണ്ണൻ എന്ന് നമ്മൾ വിളിച്ചതെന്ന് പറയുന്നത് പോലെ. അപ്പോൾ കാർ മേഘം എന്ന് പറയുമ്പോൾ കറുത്ത നിറത്തിൽ, ഏകദേശം കറുപ്പിൻ്റെ ഒരു ചായ വടിച്ചൊരു നിറത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ എന്നാണ് സൂചിപ്പിക്കുക. നമുക്കും അറിയാം, മഴ വരാൻ പോകുന്നതിന് മുമ്പ് ഈ കാർമേഘങ്ങൾ ഇരുണ്ടു മൂടി
വന്ന് കിട്ടുന്നുണ്ടാവും അല്ലെ അന്തരീക്ഷത്തിൽ. എന്നിട്ടാണ് മഴ പെയ്യുന്നത് നമ്മൾ പറയുക. കാർമേഘമുണ്ടെങ്കിൽ മഴയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നിറത്തിലും അതായത് വർണ്ണത്തിലും എന്തുണ്ട്, വ്യത്യാസമുണ്ട്. ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ തിരിച്ചറിയാവുന്ന വ്യത്യാസങ്ങളാണ് കേട്ടോ. അതിൻ്റെ ഉയരം വ്യത്യാസം നമുക്ക് കാണുമ്പോൾ തിരിച്ചറിയാം. ഏകദേശം വളരെയധികം താഴ്ന്നു നിൽക്കുന്ന ഒരു മേഘമാണോ വളരെ ഉയരത്തിൽ നിൽക്കുന്നതാണോ ഉള്ള ഏറെക്കുറെ വലിയ വ്യത്യാസം ഉയരങ്ങളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റും. 2 ആകൃതിയിലുള്ള വ്യത്യാസം അതും നമുക്ക് കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റും. 3 വർണ്ണത്തിലുള്ള വ്യത്യാസം, നിറത്തിലുള്ള വ്യത്യാസം അതും നമുക്ക് കാണുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്നവയാണ്. എന്നാൽ കാണുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കാത്ത മറ്റ് ചില വ്യത്യാസങ്ങളും മേഘങ്ങളിൽ ഉണ്ടാവിക്കൂടെ. ഉദാഹരണത്തിന് സുതാര്യത, ട്രാൻസ്പെറൻസി, ഡെൻസിറ്റി, സാന്ദ്രത, ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റുന്നതല്ല, പക്ഷേ ഓരോ മേഘത്തിനും ഓരോരോ രീതിയിലായിരിക്കും കാണപ്പെടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വ്യത്യസ്തതകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മേഘങ്ങളുടെ സാന്ദ്രത ആയിക്കോട്ടെ, സുതാര്യത ആയിക്കോട്ടെ, ആകൃതി ആയിക്കോട്ടെ, അതിൻ്റെ ഏരിയ എത്രത്തോളം, അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. നമ്മൾ ചില മേഘങ്ങളെ കാണുന്നത് വളരെ ചെറുതായിരിക്കും, വലിപ്പം വളരെ കുറഞ്ഞ മേഘങ്ങളായിരിക്കും. ചിലത് വളരെ വലിപ്പമുള്ള മേഘങ്ങളായിരിക്കും, അതിൻ്റെ വിസ്തൃതി വളരെ കൂടുതലും കുറവുമുള്ള മേഘങ്ങളുണ്ട്. ആകൃതിയിൽ വ്യത്യാസമുണ്ട്, മേഘങ്ങൾ രൂപപ്പെടുന്ന ഉയരത്തിൽ വ്യത്യാസമുണ്ട്, നിറത്തിൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ മേഘങ്ങളെ പ്രധാനമായും 4ആയിട്ട് തരംതിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് മക്കളെ. എത്രയായിട്ട് പ്രധാനമായിട്ട് തരംതിരിക്കാം? 4 എന്ന രീതിയിൽ പ്രധാനമായി തരംതിരിക്കാം. ആരൊക്കെയാണ് അവയെന്ന് നോക്കാമല്ലോ. ലെറ്റ്സ് ഗോ. ആദ്യത്തെ ആള് സിറസ്. ആദ്യത്തെ ആള് സിറസ് മേഘങ്ങൾ അഥവാ സിറസ് ക്ലൗഡ്സ്. 2 ക്യൂമുലസ് ക്ലൗഡ്സ്. രണ്ടാമത്തെ ആളാരാണ്? ക്യൂമുലസ് ക്ലൗഡ്സ്. 3 സ്ട്രാറ്റസ്. മൂന്നാമത്തെ ആള് സ്ട്രാറ്റസ്. 4 നിംബസ്. 4 നിംബസ്. പിന്നെ ഇതിന് പുറമെ, ഇതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന 4 കൂട്ടരെങ്കിലും ഇതിന് പുറമെ ഇവരുടെയൊക്കെ കോമ്പിനേഷൻസിലുള്ള ക്ലൗഡുകളും മറ്റുമൊക്കെ വരാറൊക്കെ ഉണ്ട്. ഇപ്പോൾ ക്യൂമുലോ നിംബസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്ലൗഡുകൾ, അതുപോലെ തന്നെ ട്രോപ്പോസ്ഫിയറിൽ അല്ലാതെ കാണുന്ന പിന്നെ ക്ലൗഡുകളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ പോളാർ സ്ട്രാറ്റോസ്ഫെറിക് ക്ലൗഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്ട്രാറ്റോസ്ഫെറിക് ലെയറിലും അതുപോലെ മിസോസ്ഫെറിക് ക്ലൗഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. മിസോസ്ഫിയറിൻ്റെ ഭാഗമായിട്ട് കാണുന്ന ക്ലൗഡുകളൊക്കെ നാക്രിയസ് ക്ലൗഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ വേറെ പേരിൽ നാക്രിയസ് ക്ലൗഡ്സ്, ഇതുപോലെ മിസോസ്ഫെറിക് ക്ലൗഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വേറെയും പേരുകളിൽ ക്ലൗഡ്സിനെ വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷെ അവർ ഈ കാണുന്ന പോലെ ആയിരിക്കില്ല, വേറെ വ്യത്യസ്തതകളുണ്ടാവും. എന്നിരുന്നാലും അവയെ നമ്മൾ ക്ലൗഡ്സ് ആയിട്ട് പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളവരുണ്ട്. പക്ഷെ അത് ഒരു ഹയർ ഗ്രേഡിലേക്ക് പോയി പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയാൽ മതിയാവും. ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ 4 കൂട്ടരെയാണ്. ഇവരെ നമ്മൾ എന്തായാലും പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. സിറസ്, ക്യൂമുലസ്, സ്ട്രാറ്റസ് ആൻഡ് നിംബസ്. പറയുന്നതോടൊപ്പം സിറസ് ഉണ്ട്, ക്യൂമുലസ് ഉണ്ട്, സ്ട്രാറ്റസ് ഉണ്ട്, നിംബസ് ഉണ്ട്. ഇങ്ങനെ ഈ 4 കാറ്റഗറിയിലുള്ള ക്ലൗഡ്സിനെ നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കും. ഓരോരുത്തരെയായിട്ടൊന്ന് പരിചയപ്പെടാം. ആദ്യത്തെ വിഭാഗം സിറസ്. ആരാണ്? സിറസ് ക്ലൗഡ്സ്. എന്താണ് സിറസ് ക്ലൗഡ്സിൻ്റെ പ്രത്യേകതകളെന്ന് നോക്കിയാലോ? നോക്കാം നമുക്ക്. 8000 മീറ്റർ മുതൽ 12000 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടാൻ സാധ്യതയുള്ള മേഘങ്ങളാണ് സിറസ് ക്ലൗഡ്സ്. 8000 മീറ്റർ മുതൽ 12000 മീറ്റർ വരെയുള്ള ഉയരങ്ങളിൽ വരെ കാണപ്പെടാൻ സാധിക്കുന്നു. തെളിഞ്ഞ അന്തരീക്ഷ അവസ്ഥയിൽ വളരെ ഉയർന്ന വിധാനത്തിൽ നേർത്ത തൂവൽ കെട്ടുകൾക്ക് സമാനമായി കാണപ്പെടുന്ന മേഘങ്ങളെയാണ് സിറസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് PSC ചോദ്യമാണ്. തെളിഞ്ഞ അന്തരീക്ഷത്തിൽ വളരെ ഉയർന്ന വിധാനം മീൻസ് ഉയർന്ന ഓൾട്ടിറ്റ്യൂഡിൽ തൂവൽ കെട്ടുകൾക്ക് സമാനമായി കാണുന്ന അല്ലെങ്കിൽ തൂവൽ കെട്ടുകളുടെ ആകൃതിയിൽ കാണുന്ന മേഘങ്ങളെ എന്ത് വിളിക്കാം എന്നതൊരു ചോദ്യമാണെങ്കിൽ അതിനുത്തരം സിറസ് ആണ്. നേർത്ത തൂവലുകൾക്ക് സമാനമായി കാണപ്പെടുന്ന മേഘങ്ങളാണ് ഇവ. ഓൾറെഡി നമ്മളത് പറഞ്ഞു. ഇവ എപ്പോഴും വെളുത്ത നിറത്തിൽ തന്നെയാകും കാണപ്പെടുക എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഓൾവേസ് വൈറ്റ് ഇൻ കളർ. അപ്പോൾ സിറസ് മേഘങ്ങൾ തൂവൽ കെട്ടുകളെ പോലെ കാണുന്ന ഇവ എപ്പോഴും വെളുത്ത നിറം തന്നെ കാണിക്കുന്നവയാണ്. രണ്ടാമത്തെ ആൾ ക്യൂമുലസ് ക്ലൗഡ്സ് ആണ്. ഏറെക്കുറെ പഞ്ഞിക്കെട്ടുകൾ പോലെ എന്ന രീതിയിലേക്ക് തോന്നിക്കുന്ന, കണ്ടോ, നമ്മളൊരു കോട്ടൺ ബഞ്ച് എടുത്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ നിൽക്കുന്ന സാധനമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നുള്ളവരൊക്കെ കാണുന്ന ക്ലൗഡ്സ് ഒക്കെ ഈ കൂട്ടത്തിൽ പെടുന്നവരാണ് ക്യൂമുലസ് ക്ലൗഡ്സ്. കാഴ്ചയിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ തോന്നിപ്പിക്കുന്ന മേഘങ്ങൾ. യെസ്, ഒരു ചെമ്മരിയാടിൻ്റെ രോമം പോലെ, പഞ്ഞിക്കെട്ടുകൾ പോലെ എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കാവുന്ന ചോദ്യമാണ് അല്ലേ. അപ്പോൾ കാഴ്ചയിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ എന്ന് തോന്നിപ്പിക്കുന്ന മേഘങ്ങൾ ക്യൂമുലസ്. അത് ഞാനും പറഞ്ഞു തുടങ്ങിയപ്പോൾ സൂചിപ്പിച്ച അതേ വസ്തുതയാണ്. ഉയർന്ന തോതിലുള്ള സംവഹന പ്രവാഹത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്നു. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച കാര്യമില്ലേ, ഭൂമിയിലുള്ള ഭൗമോപരിതലത്തിലുള്ള ജലസ്രോതസ്സുകളിൽ നിന്ന് ഇവോപ്പറേഷൻ അല്ലേ, എന്താ പറയുക, ബാഷ്പീകരണം നടന്ന് മുകളിലേക്ക് വെള്ളം പോയി ഘനീഭവിച്ചിട്ടുണ്ടാകുന്ന ക്ലൗഡെന്ന്
ആ ഒരു പ്രോസസ്സ് കൊണ്ട് ഏറ്റവും കൂടുതൽ രൂപീകൃതമാവുന്ന ക്ലൗഡ്സാണ് ഈ ക്യുമുലസ് ക്ലൗഡ്സ്. അതാണ് സംവഹനത്തിൻ്റെ പ്രവാഹം മൂലമുണ്ടാകുന്നു. സംവഹനമാണ് ഈ പ്രോസസ്സ് കേട്ടോ. ഹീറ്റ് മുകളിലേക്ക് പോകുന്ന പരിപാടിയാണ് ഈ സംവഹനം എന്ന് പറയുന്നത്. 4000 മീറ്റർ മുതൽ ഏകദേശം 7000 മീറ്റർ വരെയുള്ള ഉയരത്തിൽ ഇവ രൂപം കൊള്ളുന്നുണ്ടാവും. അതുപോലെ പരന്ന അടിഭാഗത്തോടു കൂടിയ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന രീതിയിലാണ് ഈ മേഘങ്ങളെ കാണുമ്പോൾ. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മേഘമായിരിക്കണം എന്നൊന്നുമില്ല. വെവ്വേറെ കൂട്ടങ്ങളായിട്ട് പഞ്ഞിക്കെട്ടുകളാണ്, പക്ഷെ വെവ്വേറെ പഞ്ഞിക്കെട്ടുകളായിട്ട് താരതമ്യേന അടിഭാഗം പരന്നതായിട്ട് കാണപ്പെടുന്നൊരു സിറ്റുവേഷനും ഉണ്ടാകും. കണ്ടോ, നിങ്ങളിവിടെ നോക്കിയറിയാം ഇതിൻ്റെ അടിഭാഗം ഏറെക്കുറെ പരന്നതുപോലെ എന്ന രീതിയിൽ നിൽക്കുക. അടിഭാഗം ഏകദേശം ഒരേ ലെവൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും. നമ്മൾ പടമൊക്കെ വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ നമ്മൾ വരയ്ക്കാറുണ്ട്, ഇങ്ങനെ എന്നുള്ള രീതിയിൽ വരയ്ക്കും. ഇത് ക്യുമുലസ് ക്ലൗഡ്സിനെ റെപ്രസെൻറ്റ് ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന ഫിഗറാണ്. അപ്പോൾ അതിനകത്ത് ഈ ബോട്ടം പോർഷനെ മോറോർലെസ് ഫ്ലാറ്റായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഈ മേഘങ്ങൾ ലംബദിശയിൽ കൂടുതൽ വ്യാപിച്ച് കാണപ്പെടുന്നുണ്ട്. ലംബമായിട്ടുള്ള ദിശയിൽ കൂടുതൽ വ്യാപിച്ചും കാണപ്പെടുന്നത് നമുക്ക് കാണാം. സെറ്റാണല്ലോ. ഇതാണ് ക്യുമുലസിൻ്റെ പ്രത്യേകത. മൂന്നാമത്തെ സ്ട്രാറ്റസ്. പൊതുവേ നമ്മൾ ഈ സ്ട്രാറ്റ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ലെയർ ബൈ ലെയർ അറേഞ്ച്മെൻറ്റിനെ സൂചിപ്പിക്കാനാണല്ലോ. ഒന്നിന് പുറകെ ഒന്നായി എന്ന രീതിയിലുള്ളൊരു ലെയർ ബൈ ലെയർ ഫോർമേഷനെ സൂചിപ്പിക്കാനായിട്ട് പ്രയോഗത്തിലുള്ളൊരു വാക്കാണ് സ്ട്രാറ്റസ് എന്ന് പറയുന്നത് പൊതുവേ. അപ്പോൾ അതുമായി തന്നെ നിങ്ങൾ കണക്ട് ചെയ്താൽ മതിയാവും. സ്ട്രാറ്റസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഏകദേശം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആകാശത്തിൻ്റെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്ന അടുക്കുകളായി കാണപ്പെടുന്ന മേഘങ്ങളെയാണ് നമ്മൾ സ്ട്രാറ്റസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. കേരളത്തിൽ നമ്മളങ്ങനെ വളരെ പോപ്പുലറായിട്ട് ഇവനെ കാണാറൊന്നുമില്ല. പക്ഷേ ദിസ് ഇസ് സ്ട്രാറ്റസ് ക്ലൗഡ്സ്. പിടികിട്ടിയോ? വാക്കിനോട് നിങ്ങൾ നീതി പുലർത്തിയാൽ മാത്രം മതി, ഉത്തരം കിട്ടും. എളുപ്പമാണ് അല്ലേ? അപ്പോൾ അടുക്കുകളായി അല്ലെങ്കിൽ ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മൾ കാണുന്ന പ്രദേശം ഏറെക്കുറെ മുഴുവനായി ഉൾക്കൊള്ളും. അതുകൊണ്ടാണ് സിംഹഭാഗവും ആകാശത്തിൻ്റെ സിംഹഭാഗവും ഉൾക്കൊണ്ട് അടുക്കുകൾ എന്ന പോലെ ലെയർ ബൈ ലെയർ എന്ന പോലെ അറേഞ്ച് ചെയ്യപ്പെട്ട് കാണുന്നതാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. താഴ്ന്ന വിധാനത്തിൽ കനത്ത പാളികളായി രൂപപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. അപ്പോൾ ഇവൻ താരതമ്യേന മറ്റ് രണ്ട് മേഘങ്ങളെ തമ്മിൽ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സെറസ് ആയിക്കോട്ടെ ക്യുമുലസ് ആയിക്കോട്ടെ, ആ രണ്ടുപേരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവൻ താഴ്ന്ന വിധാനമാണ്. ഇവൻ്റെ ഓൾട്ടിറ്റ്യൂഡ് കുറച്ചുകൂടി കുറവാണെന്ന് സാരം. കുറച്ചുകൂടി ഭൂമിയോട് അടുത്ത് നിൽക്കുന്നവനാണെന്ന് സാരം. താപനഷ്ടം മൂലമോ വ്യത്യസ്ത താപനിലയിലുള്ള വായു സഞ്ചാരങ്ങളുടെ സങ്കലനം മൂലമോ ആണ് ഇവ രൂപം കൊള്ളുന്നത്. ഒന്നുകിൽ ഹീറ്റിൻ്റെ ലോസ്, താപം നഷ്ടപ്പെടുന്നത് പൊതുവെ ക്ലൗഡ്സ് ഹീറ്റ് ലോസ് കാരണം ഉണ്ടാകുന്നുണ്ട്. ഇവനും അതുപോലെ തന്നെ ഹീറ്റ് ലോസ് കാരണം ഉണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഹീറ്റിലുള്ള ടെമ്പറേച്ചറിലുള്ള എയറിൻ്റെ മിക്സിങ് കാരണം. ഓക്കെ, ആണ് സങ്കലം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. വ്യത്യസ്തമായിട്ടുള്ള ടെമ്പറേച്ചറിലുള്ള എയറിൻ്റെ മിക്സിങ് കാരണമോ രൂപീകൃതമാകാൻ സാധ്യതയുള്ളതാണ് സ്ട്രാറ്റസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. നാലാമത്തെ ആള് നിംബസ് ക്ലൗഡ്സ്. നിംബസ് ക്ലൗഡ്സ് നിങ്ങൾക്ക് വളരെയധികം ഫേമസ് ആണ് അല്ലെങ്കിൽ പോപ്പുലർ ആണ്. നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ള ക്ലൗഡ് തന്നെയാണ് നിംബസ് ക്ലൗഡ്സ്. താഴ്ന്ന വിധാനങ്ങളിൽ രൂപപ്പെടുന്ന ഇരുണ്ട മഴമേഘങ്ങളാണ് നിംബസ്. താഴ്ന്ന വിധാനങ്ങളിൽ കാണപ്പെടുന്ന ഇരുണ്ട മഴമേഘങ്ങളെയാണ് നിംബസ് ക്ലൗഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ശരിക്കും മഴ പെയ്യിക്കുന്ന ക്ലൗഡുകളെ നമ്മൾ ക്യുമുലോ നിംബസ് ക്ലൗഡുകളെന്ന് വിളിക്കാറുണ്ട്. ഡിഗ്രി തലത്തിലൊക്കെയാണ് അങ്ങനെ നമ്മൾ പഠിക്കാറുള്ളത്. നിംബസ് എന്ന് ചോദിച്ചാലും തീർച്ചയായിട്ടും നമുക്ക് മഴമേഘങ്ങളായി തന്നെ പരിഗണിക്കുന്നത് തന്നെയാണ്. മഴമേഘം ഇപ്പോൾ നമ്മൾ ഈ പഠിച്ച 4 പേരെ ഓപ്ഷനിൽ തന്നു കഴിഞ്ഞാൽ അതിൽ മഴമേഘം ആരെന്ന് ചോദിച്ചാൽ അതിനകത്ത് നിംബസ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. താഴ്ന്ന വിധാനങ്ങളിലാണ് പൊതുവെ ഇവൻ കാണപ്പെടുക. പഞ്ഞിക്കെട്ടുകൾ പോലെ തന്നെ ഏകദേശം ക്യുമുലോസിനെ പോലെ തന്നെയാണ് ഇവൻ്റെയും കാഴ്ചയ്ക്കുള്ള അപ്പിയറൻസ് എന്ന് പറയുന്നത്, അല്ല കാഴ്ചയ്ക്കുള്ളൊരു രൂപം എന്ന് പറയുന്നത്. കറുപ്പ് അല്ലെങ്കിൽ ഇരുണ്ട ചാരനിറമാണ് നിംബസ് മേഘങ്ങൾക്ക്. നമ്മൾ പറയുന്ന കാർമേഘമില്ലേ, കാർമേഘം എന്ന് പറയുന്നത് കറുത്ത അർത്ഥത്തോടുകൂടി പറയുന്നു എന്ന് പറഞ്ഞുവെങ്കിലും കറുപ്പല്ല എങ്കിൽ കൂടിയും ഒരു ഇരുണ്ട ചാരനിറം മേഘത്തിന് ഉണ്ടാവുമെന്നുള്ളത് വ്യക്തമാണ്. ഭൂമിയുടെ ഉപരിതലത്തോട് വളരെ അടുത്താണ് ഇവ കാണപ്പെടുന്നത്. കാരണം ഇവൻ്റെ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. ഇവന് വെയിറ്റ് ഒരുപാട് കൂടുതൽ. അതാണ് ഇവൻ മഴ പെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. കാരണം ഇവൻ്റെ വെയിറ്റ് കൂടിപ്പോയി, ഇവന് താങ്ങാനാവുന്നതിലും കൂടുതൽ വാട്ടർ കണ്ടൻറ്റ് ഇവനിലേക്ക് ആവുകയാണ്. അപ്പോൾ ഡെൻസിറ്റി കൂടുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവൻ പതുക്കെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് താഴേക്ക് വരുന്നത് കാണാൻ സാധിക്കും. അതാണ് ഭൂമിയുടെ ഏറ്റവും, കാരണം ഈ നിംബസ് എന്ന രീതിയിലേക്ക് ഇവ മാറുമ്പോഴേക്കും ഭൂമിയുടെ താഴെ അവൻ എത്തിയിട്ടുണ്ടാവും. അത്ര കണ്ട് ഭാരം ഉൾക്കൊള്ളുന്ന ഒരു ക്ലൗഡ്സ് ആയിട്ട് ഇവൻ മാറിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഭൂമിയുടെ ഉപരിതലത്തോടാണ്
വളരെ അടുത്താണ് ഇവൻ കാണപ്പെടുന്നതെന്ന് പറയുന്നത്. കോമൺ സെൻസ് വെച്ച് നമ്മൾ ആലോചിച്ചാൽ മതി അല്ലേ. മഴ പെയ്യുന്നതിന് തൊട്ട് മുമ്പ് എന്ന് പറയുമ്പോൾ അത് നല്ല ഈ മഴത്തുള്ളികൾ മുഴുവൻ ഉൾക്കൊള്ളുന്ന മേഘമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അത്രയും വെയിറ്റ് അവന് വിത്ത്സ്റ്റാൻഡ് ചെയ്യേണ്ടി വരും. വെയിറ്റ് കൂടുമ്പോൾ ഡെൻസിറ്റി കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവൻ താഴേക്ക് വരുന്നത് ഡെൻസിറ്റി മീൻസ് സാന്ദ്രത കൂടി അവൻ താഴേക്ക് എത്തുന്നത് കാണാൻ സാധിക്കുമെന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെയാണ് ഭൂമിയുടെ അടുത്ത് ഇവൻ കാണപ്പെടുന്നത്. സാന്ദ്രത കൂടിയ ഞാൻ ഓൾറെഡി അത് സൂചിപ്പിച്ചു. സാന്ദ്രത കൂടിയ അതാര്യമായ ഈ മേഘങ്ങൾ സൂര്യപ്രകാശത്തെ എന്ത് ചെയ്യാറില്ല, കടത്തി വിടാറില്ല എന്ന് കൂടി അറിഞ്ഞിരിക്കുക. കാരണം ഇവന് സാന്ദ്രത കൂടുതലാണ്. അതിന് കാരണം തന്നെ ഉയർന്ന വാട്ടർ മോളിക്യൂൾസ് ഇവനിലുണ്ട്. ജലബാഷ്പം ഒരുപാട് അളവിന് ഇവനിലുണ്ട്. അതും ജലമായിട്ട് മാറാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ജലബാഷ്പമാണ് ഇവനിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തുകൂടി എന്തിനെ കടത്തിവിടില്ല, സൂര്യപ്രകാശത്തെ ഒട്ടും തന്നെയും കടത്തിവിടുന്നില്ല. അതുകൊണ്ടാണ് അതാര്യമായ മേഘങ്ങളാണ്, സുതാര്യമായവയല്ല. അപ്പോൾ ചില മേഘങ്ങളിലൂടെയൊക്കെ സൂര്യപ്രകാശം കടന്നു വരാം. അപ്പോൾ സിറസിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞതുപോലെ അതിലൂടെയൊക്കെ സൂര്യപ്രകാശം പോരും. പക്ഷെ നിംബസിലൂടെയോ ക്യുമുലസിലൂടെയോ ഒന്നും അങ്ങനെ സൂര്യപ്രകാശം കടന്നു വരുന്ന പരിപാടിയില്ല എന്നുള്ളതാണ് പറയാൻ സാധിക്കുക. ചിലപ്പോൾ ഈ മേഘങ്ങൾ ഭൗമോപരിതലത്തിൽ സ്പർശിക്ക വിധം വളരെ താഴെയായിട്ട് കാണപ്പെടുന്നുണ്ട്. പ്രത്യേകം ആകൃതി ഒന്നുമില്ലാത്ത ജലകണികകളുടെ ഒരു കൂമ്പാരമാണ് നിംബസ് മേഘങ്ങൾ. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇന്ന ആകൃതിയിൽ വരുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ജലകണികകളുടെ അളവനുസരിച്ച് ആ ഒരു ആകൃതിക്ക് വ്യത്യാസം വരും. താഴ്ന്ന വിതാനങ്ങളിൽ രൂപപ്പെടുന്ന ഇരുണ്ട മഴമേഘങ്ങളെ നിംബസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നു. സാന്ദ്രമായ ജലകണികകൾ സൂര്യപ്രകാശത്തെ കടത്തി വിടാത്തതിനാലാണ് ഈ ഇരുണ്ട നിറത്തിൽ ഇവ കാണപ്പെടുന്നതിന് കാരണവും ആകുന്നത് അല്ലേ. സൂര്യപ്രകാശത്തെ കടത്തി വിടാതെയും കൂടി ഇരിക്കുന്നത് കൊണ്ടാണ് ഇവൻ ഇരുണ്ട നിറത്തിൽ തന്നെ കാണപ്പെടുകയും കൂടി ചെയ്യുന്നതെന്നുള്ളതാണ്. മേൽ സൂചിപ്പിച്ച മേഘങ്ങൾ ആകാശത്ത് പൊതുവെ സ്വതന്ത്രമായി കാണപ്പെടാറില്ല. വ്യത്യസ്ത തരം മേഘങ്ങളുടെ കൂടിച്ചേർന്ന അവസ്ഥയിലാണ് നമുക്ക് പലപ്പോഴും ദൃശ്യമാണ്. അതാണ് ഞാൻ നിങ്ങളോട് ക്ലാസ്സിൻ്റെ തുടക്കത്തിലെ പറഞ്ഞാൽ നമ്മൾ ഈ 4 ടൈപ്പിലുള്ള മേഘങ്ങളെന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഈ 4 ടൈപ്പിനെ നമുക്ക് സ്വതന്ത്രമായിട്ടും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ കാണപ്പെടാറില്ല എന്ന് പറയുന്നത് ഒരു ആകാശം നോക്കുമ്പോൾ മൊത്തത്തിൽ ആകാശത്തിൽ ഇവൻ ഏതെങ്കിലും ഒന്നിനെ മാത്രമായിട്ട് കാണാൻ ഒരിക്കലും പറ്റില്ല. പക്ഷെ ഒരു പ്രദേശത്ത് പ്രാദേശികമായിട്ട് ചിലപ്പോൾ ഒരു കൂട്ടരെ മാത്രമായിട്ടൊക്കെ കാണാൻ സാധിച്ചെന്നൊക്കെ ഇരിക്കുന്നുണ്ടാവും. എന്നിരുന്നാലും കോമ്പിനേഷൻസ് ഓഫ് ക്ലൗഡ്സിൻ്റെ രീതിയിലായിരിക്കും കൂടുതൽ നമ്മൾ മേഘങ്ങളെ കാണുക. അപ്പോൾ അത്തരത്തിൽ വരുന്ന കോമ്പിനേഷൻസ് ആണ് നമ്മുടെ സിറോ സ്ട്രാറ്റസ്, അതായത് സിറസ് മേഘങ്ങളും സ്ട്രാറ്റസ് മേഘങ്ങളും കൂടി ചേർന്ന കണ്ടീഷനിൽ സിറോ സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന് പറയാം. അതുപോലെ സ്ട്രാറ്റോ ക്യുമുലസ്, സ്ട്രാറ്റസ് മേഘങ്ങളും ക്യുമുലസ് മേഘങ്ങളും കൂട്ടിച്ചേർന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നത് ക്യുമുലോ നിംബസ്, മഴമേഘങ്ങളെന്ന് നമ്മൾ സൂചിപ്പിച്ചല്ലേ. ക്യുമുലസും നിംബസും കൂടിച്ചേർന്ന കണ്ടീഷനിൽ ക്യുമുലോ നിംബസ്. അതുപോലെ നിംബോ സ്ട്രാറ്റസ്, നിംബസ് മേഘങ്ങളും സ്ട്രാറ്റോസ് മേഘങ്ങളും കൂടിച്ചേർന്ന കണ്ടീഷനിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെയും കോമ്പിനേഷൻസിൽ നമ്മൾ പൊതുവെ അന്തരീക്ഷത്തിൽ മേഘങ്ങളെ കാണുക എന്നുള്ളത് കൊണ്ട് ആ കോമ്പിനേഷൻസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പേര് കൂടി ഇവർക്ക് കൊടുക്കാറുണ്ടെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ മേഘങ്ങളെന്ന് വർഗീകരിച്ചാൽ മുകളിൽ സൂചിപ്പിച്ച 4 അടിസ്ഥാന മേഘങ്ങൾ കൂടാതെ ഉയരമനുസരിച്ച് താഴെ പറയുന്ന രീതിയിൽ നമ്മൾ മേഘങ്ങളെ തരംതിരിക്കാറുണ്ട്. ഒന്ന് ഹൈ ക്ലൗഡ്സ് അല്ലെങ്കിൽ ഉന്നതതല മേഘങ്ങൾ, സിറസ്, സിറോ സ്ട്രാറ്റസ്, സിറോ ക്യുമുലസ് എന്നൊക്കെ ഉള്ള ഉദാഹരണങ്ങളാണ്. മധ്യതല മേഘങ്ങളുണ്ട്, മിഡിൽ ക്ലൗഡ്സ്, ആൾട്ടോ സ്ട്രാറ്റസ്. ഇത് സ്ട്രാറ്റസ് പിള്ളേരെ ആൾട്ടോ സ്ട്രാറ്റസ് PYQ ആണ്. അതുപോലെ ആൾട്ടോ ക്യുമുലസ് എന്നൊക്കെ പറയുന്നത് മിഡിൽ കോഴ്സിൽ വരുന്ന ഒരു മിഡിൽ ലെവലിൽ വരുന്ന മേഘങ്ങളാണ്. പിന്നെ ഉള്ളത് ലോ ക്ലൗഡ്സ് ആണ്, താഴ്ന്ന തല മേഘങ്ങളാണ്. സ്ട്രാറ്റോ ക്യുമുലസ്, നിംബോ സ്ട്രാറ്റസ്. സ്ട്രാറ്റോ ക്യുമുലസ്, നിംബോ സ്ട്രാറ്റസ് എന്നിവയെല്ലാം താഴ്ന്ന വിധാനം ചെയ്യുന്നവയാണ്. അതുപോലെ വിശാല ലംബതല വികാസമുള്ള മേഘങ്ങളുണ്ട്. ക്ലൗഡ്സ് വിത്ത് എക്സ്റ്റൻസീവ് വെർട്ടിക്കൽ ഡെവലപ്മെന്റ്. ലംബതലം മീൻസ് ഞാൻ നേരത്തെ ക്യുമുലസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, ലംബമായിട്ട് വിതരണം ചെയ്ത് കിടക്കുന്നവനാണെന്ന് നമ്മൾ പറഞ്ഞു. ക്യുമുലസ് അതുപോലെ ക്യുമുലോ നിംബസ്, ഇതിൻ്റെ രണ്ടിനും വിശാലമായ ലംബതല വികാസത്തിനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഉയരം വല്ലാണ്ട് കൂടി പോകുന്ന പ്രോബബിലിറ്റി ഇവന് ഉള്ളവരാണ് കേട്ടോ, ക്യുമുലസും ക്യുമുലോ നിംബസും. ഓക്കെ ആണോ? സെറ്റാണ്. അപ്പോൾ ഇതൊരു ഷോർട്ട് സെഷനായിട്ട് നിങ്ങൾക്ക് എത്തിച്ചിരിക്കുന്നൊരു മേഘങ്ങളെ പറ്റിയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. അപ്പോൾ കൂടുതൽ മേഘങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ വിശദമായിട്ട് ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഈ ഒരു 4 പ്രധാനപ്പെട്ട മേഘങ്ങളുടെ ക്ലാസിഫിക്കേഷനും അതിനോടൊപ്പം അവരുടെ കോമ്പിനേഷൻസിൻ്റെ പേരുകളും മറ്റു വസ്തുതകളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകളൊക്കെ നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.